ഹായ്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ട്? എനിക്ക് തോന്നുന്നില്ല പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ഭൂമിയിൽ. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വലിയ സംഭവമായിരിക്കുള്ളൂ ഇല്ലേ? പക്ഷേ അത് വേറെ ആളുടെ അവരുടെ തിങ്കിങ്ങിൽ പോലും വരില്ല ആ ഒരു സംഭവം. ഞാനിത് എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് ഉത്തരവൊന്നും ഉണ്ടാവില്ല ഇല്ലേ? ചില കാര്യം നമ്മളെല്ലാ കാര്യത്തിനും ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ പല കാര്യങ്ങളും പലവരോടും ചോദിക്കുന്നു, അറിയാൻ ശ്രമിക്കുന്നു, പക്ഷെ ചിലതൊന്നും ഉത്തരങ്ങൾ കിട്ടില്ല. പക്ഷേ ഉത്തരങ്ങൾ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അവർ മോശക്കാരായിട്ടല്ല, അവർക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം, ഞാനിത് ഇങ്ങനെ കൃത്യമായിട്ട് പറയാൻ കാരണം, ഇപ്പോൾ ഓപ്പറേഷന് കിടക്കുന്ന ഒരാൾ, അയാളുടെ തിങ്കിങ്ങും അയാളുടെ ഫാമിലിയുടെ തിങ്കിങ്ങും മുഴുവനും ആ ഓപ്പറേഷനെ കുറിച്ചായിരിക്കും. അയാളുടെ തൊട്ടടുത്ത സുഹൃത്തുക്കൾ പോലും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ലേബർ റൂമിൽ ഡെലിവറിയുടെ കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആ ഒരു ഫാമിലികളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരും ആ അച്ഛനാവാൻ പോകുന്നവരും ആ ഡെലിവറി ചെയ്യാൻ പോകുന്ന കുട്ടിയും അവരുടെ തൊട്ടടുത്ത ബന്ധുക്കൾക്ക് മാത്രവും അത്രയും ഇതിനെക്കുറിച്ച് തിങ്കിങ് ഉണ്ടാവുള്ളൂ, ബാക്കി ആർക്കും. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഒരുപാട് നമ്മൾ കടന്നു ചെല്ലി നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെന്തുകൊണ്ട് ചിന്തിക്കണില്ല, ചോദിക്കണില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിതുപോലെ ഓരോരുത്തരുടെ കാര്യങ്ങളിൽ ബോധേടാണോ? നമ്മളോട് പറഞ്ഞു വെച്ചേക്കണ കാര്യങ്ങൾ പോലും നമ്മൾ ചോദിക്കുന്നില്ല. നമ്മുടെ സഹപ്രവർത്തകർ ഒരാൾ സുഖമില്ലാത്ത കേസ് പോലും നമ്മൾ മറന്നുപോയി, പിന്നെ അവൻ പോയി കഴിയുമ്പോൾ നമ്മൾ വിളിച്ചു പോലും ചോദിക്കുന്നില്ല. കാരണം അത്രയും ബിസിയാണ് മനുഷ്യൻ. 1 മിനിറ്റ് റീല് കൂടുതലിട്ട് പോലും കാണാത്ത മനുഷ്യന്മാരായ നമുക്ക് സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും വേദന വരുമ്പോൾ നമ്മളോട് ചോദിച്ചില്ല എന്നാണ് എല്ലാവർക്കും പരാതി. നിങ്ങൾ 1 മിനിറ്റ് കൂടുതലുള്ള ഒരു റീല് നിങ്ങൾ കാണുന്നുണ്ടാരെങ്കിലും? ഞാനൊക്കെ 20 മിനിറ്റൊക്കെയാണ് ഇടുന്നത്, 1 ലൈക്ക് പോലും താല്പര്യമില്ല, പക്ഷെ പറയാനുള്ളത് പറയും. 1 മിനിറ്റ് പോലും കാണാൻ താല്പര്യമില്ലാത്ത മനുഷ്യന്മാർ സ്വന്തം വേദന വരുമ്പോൾ ചോദിച്ചില്ല എന്നാണ് സങ്കടം. 1000 രൂപയും 2000 രൂപക്കൊക്കെ ചോദിച്ചിറക്കുക ഓരോരുത്തർ, അല്ലെങ്കിൽ 5000 രൂപ. 10ഉം 15ഉം ഫ്രണ്ട്സായിട്ട് ചുറ്റും കറങ്ങി നടന്നിരുന്നവർ എന്തുകൊണ്ട് ഇപ്പോൾ ആ ഫ്രണ്ട്സ് ഇല്ല? പണം എന്ന് പറയുന്ന സംഭവം എനിക്കും ആവശ്യം വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്തത് എത്ര പേര് കൂടെ ഉണ്ടാവുമെന്ന്. പലവരുടെയും വീട്ടിലേ എന്താ പറയുക, പുറമേയൊക്കെ നല്ല സെറ്റപ്പായിരിക്കും, അടുപ്പിൽ തീ ഉയരണുണ്ടാകുന്ന അവരുടെ വീട്ടുകാർക്ക് അറിയാൻ പറ്റുള്ളൂ. സത്യമല്ലേ ഞാൻ പറഞ്ഞ? ഇപ്പം തന്നെ ഞാൻ ഒരാളെ കണ്ടു, എല്ലാവരും അയാൾക്ക് ഹാപ്പി ജേണി പറയുന്നു. പക്ഷെ ഞാൻ അയാളോട് കുറേ നേരം സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാൾ എന്തിനു വേണ്ടിയാണ് പോണേന്ന്. 4ാമത്തെ സ്റ്റേജാണ്, 40 വയസ്സ് ആയിട്ടുള്ളൂ പെങ്ങൾക്ക്. 4ാമത്തെ സ്റ്റേജാണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ പുള്ളി പോവുകയാണ് പെങ്ങളെ കാണാനായിട്ട്. പക്ഷേ പുള്ളി നിൽക്കുന്ന ഷോപ്പിൽ ആർക്കും അറിയില്ല, വരുന്ന കസ്റ്റമേഴ്സ് പുള്ളിയുടെ ആൾക്കാരെല്ലാവരും പുള്ളി എൻജോയ് ചെയ്യാൻ പോകണമെന്നാണ് വിചാരിക്കണം. ഇതുപോലെയാണ് ഓരോ അവസ്ഥകൾ. ഇപ്പോൾ വെള്ളപ്പൊക്കം, വെള്ളം കയറിയ വീട്ടുകാർ അനുഭവിക്കുന്ന വിഷമം നമ്മൾ ടി വിയിൽ കാണുന്ന ഒരു 2 മിനിറ്റ് നമ്മൾ അതിനെക്കുറിച്ച് പറയും അല്ലെങ്കിൽ ചർച്ച ചെയ്യും. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കെന്താ പ്രശ്നം? എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് വേണ്ടത്. ഇതെല്ലാ വർഷവും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കേസ് വലിച്ചടിച്ച് രാഷ്ട്രീയം പറയണതല്ല, ഞാൻ കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞതാണ്. ഓരോരുത്തരുടെ പ്രശ്നങ്ങളും അവരവർക്കാണ് വലിയ പ്രശ്നങ്ങൾ, മറ്റുള്ളവർക്ക് അതൊക്കെ ഒന്നുമല്ല. ഇതാണ് എൻ്റെ റീതി.